വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഡിഗ്രി പ്രിലിംസിൻ്റെ GKയിലെ 10 ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവൻ കണ്ട് പഠിച്ച ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ നോട്ട്സ് കളക്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിൽ നിന്നാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപവൽകൃതമായ നഗരം ഏതാണ്? ഓപ്ഷൻ സി ധാക്ക. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപവൽകൃതമായ നഗരം ഏതാണ്? ധാക്ക. ഇനി ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് 1906 ഡിസംബർ 30 രൂപവൽകൃതമായത്. ഈ പ്രസ്ഥാനത്തിന് മുസ്ലിം ലീഗ് എന്ന പേര് നിർദ്ദേശിച്ചത് ആഗാഖാൻ മൂന്നാമനാണ്. മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനം ലക്നൌവിലായിരുന്നു. ചന്ദ്രക്കലയും നക്ഷത്രവുമാണ് സംഘടനയുടെ ചിഹ്നമായി സ്വീകരിച്ചിരുന്നത്. 1907 മുസ്ലിം ലീഗിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം കറാച്ചിയിൽ വെച്ച് നടന്നു. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപവൽകൃതമായ നഗരം ഏതാണ്? ധാക്ക. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് 1906 ഡിസംബർ 30 രൂപവൽകൃതമായത്. ഈ പ്രസ്ഥാനത്തിന് മുസ്ലിം ലീഗ് എന്ന പേര് നിർദ്ദേശിച്ചത് ആഗാഖാൻ മൂന്നാമനാണ്. മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനം ലക്നൌവിലായിരുന്നു. ചന്ദ്രക്കലയും നക്ഷത്രവുമാണ് സംഘടനയുടെ ചിഹ്നമായി സ്വീകരിച്ചിരുന്നത്. 1907 മുസ്ലിം ലീഗിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം കറാച്ചിയിൽ വെച്ച് നടന്നു. താഴെ പറയുന്നവയിൽ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. താഴെ പറയുന്നവയിൽ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ: ലണ്ടനിൽ ഹൈക്കമ്മീഷണർ ഫോർ ഇന്ത്യ എന്ന തസ്തിക സൃഷ്ടിച്ചു. ഓൾ ഇന്ത്യ സർവീസസ്, പ്രൊവിൻഷ്യൽ സർവീസ്, സബോർഡിനേറ്റ് സർവീസ് എന്നിങ്ങനെ സർവീസുകളെ 3 തരംതിരിച്ചു. കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കും വെവ്വേറെ ബജറ്റുകൾ അവതരിപ്പിച്ചു. താഴെ പറയുന്നവയിൽ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ: ലണ്ടനിൽ ഹൈക്കമ്മീഷണർ ഫോർ ഇന്ത്യ എന്ന തസ്തിക സൃഷ്ടിച്ചു. ഓൾ ഇന്ത്യ സർവീസസ്, പ്രൊവിൻഷ്യൽ സർവീസ്, സബോർഡിനേറ്റ് സർവീസ് എന്നിങ്ങനെ സർവീസുകളെ 3 തരംതിരിച്ചു. കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കും വെവ്വേറെ ബജറ്റുകൾ അവതരിപ്പിച്ചു. ഇനി ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമപ്രകാരമാണ് ഇന്ത്യയിൽ ഓൾ ഇന്ത്യ സർവീസസ് രൂപവൽക്കരിക്കപ്പെട്ടത്. ഈ നിയമം സിവിൽ സർവീസുകളെ ഓൾ ഇന്ത്യ സർവീസ്, പ്രൊവിൻഷ്യൽ സർവീസ്, സബോർഡിനേറ്റ് സർവീസ് എന്നിങ്ങനെ 3 തരംതിരിച്ചു. ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ലണ്ടനിൽ ഹൈക്കമ്മീഷണർ ഫോർ ഇന്ത്യ എന്ന പുതിയ തസ്തിക ഈ നിയമത്തിലൂടെ നിലവിൽ വന്നു. കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്കും പ്രവിശ്യ നിയമനിർമ്മാണ സഭകൾക്കും വെവ്വേറെ ബജറ്റുകൾ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഈ നിയമമാണ്. അതായത് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം. ഓക്കെ, അപ്പം താഴെ പറയുന്നവയിൽ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ: ലണ്ടനിൽ ഹൈക്കമ്മീഷണർ ഫോർ ഇന്ത്യ എന്ന തസ്തിക സൃഷ്ടിച്ചു. ഓൾ ഇന്ത്യ സർവീസസ്, പ്രൊവിൻഷ്യൽ സർവീസ്, സബോർഡിനേറ്റ് സർവീസ് എന്നിങ്ങനെ സർവീസുകളെ 3 തരംതിരിച്ചു. കേന്ദ്ര ബജറ്റിനും പ്രവിശ്യകൾക്കും വെവ്വേറെ ബജറ്റുകൾ അവതരിപ്പിച്ചു. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമപ്രകാരമാണ് ഇന്ത്യയിൽ ഓൾ ഇന്ത്യ സർവീസസ് രൂപവൽക്കരിക്കപ്പെട്ടത്. അപ്പോൾ ഇന്ത്യയിൽ ഓൾ ഇന്ത്യ സർവീസ് രൂപവൽക്കരിക്കപ്പെട്ടത് ഏത് നിയമപ്രകാരമാണ്? 1919
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമപ്രകാരം. ഈ നിയമം സിവിൽ സർവീസുകളെ ഓൾ ഇന്ത്യ സർവീസസ്, പ്രൊവിൻഷ്യൽ സർവീസസ്, സബോർഡിനേറ്റ് സർവീസ് എന്നിങ്ങനെ 3ആയി തരംതിരിച്ചു. ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ലണ്ടനിൽ ഹൈ കമ്മീഷണർ ഫോർ ഇന്ത്യ എന്ന പുതിയ തസ്തിക ഈ നിയമത്തിലൂടെ നിലവിൽ വന്നു. കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്കും പ്രവിശ്യ നിയമനിർമ്മാണ സഭകൾക്കും വെവ്വേറെ ബജറ്റുകൾ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഈ നിയമമാണ്. അടുത്ത ചോദ്യം, 1925 കാൺപൂരിൽ വെച്ച് നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ രൂപവൽക്കരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ശിങ്കാരവേലു ചെട്ടിയാർ. 1925 കാൺപൂരിൽ വെച്ച് നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ രൂപവൽക്കരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ശിങ്കാരവേലു ചെട്ടിയാർ. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ആയിരത്തി 1925 ഇന്ത്യൻ മണ്ണിൽ വെച്ച്, അതായത് കാൺപൂരിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപവൽകൃതമായി. ഇതേ സമ്മേളനത്തിൽ വെച്ച് പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയായി SV ഘാട്ടെ തിരഞ്ഞെടുത്തു. ഇന്ത്യയിൽ ആദ്യമായി മെയ് ദിനം ആചരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ശിങ്കാരവേലു ചെട്ടിയാരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ 1ാം പാർട്ടി കോൺഗ്രസ് നടന്നത് മുംബൈയിൽ വെച്ചാണ്. അപ്പോൾ 1925 കാൺപൂരിൽ വെച്ച് നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ രൂപവൽക്കരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ശിങ്കാരവേലു ചെട്ടിയാർ. ആയിരത്തി 1925 ഇന്ത്യൻ മണ്ണിൽ വെച്ച്, അതായത് കാൺപൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപവൽകൃതമായി. 1925 ഇന്ത്യൻ മണ്ണിൽ വെച്ച് കാൺപൂരിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപവൽകൃതമായി. ഇതേ സമ്മേളനത്തിൽ വെച്ച് പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയായി SV ഘാട്ടെ തിരഞ്ഞെടുത്തു. ഈ സമ്മേളനത്തിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിട്ട് SV ഘാട്ടെ തിരഞ്ഞെടുത്തു. ഇന്ത്യയിൽ ആദ്യമായി മെയ് ദിനം ആചരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ശിങ്കാരവേലു ചെട്ടിയാരാണ്. 1923 ഇന്ത്യയിൽ ആദ്യമായിട്ട് മെയ് ദിനം ആചരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ശിങ്കാരവേലു ചെട്ടിയാരാണ്. 1923 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ 1ാം പാർട്ടി കോൺഗ്രസ് നടന്നത് മുംബൈയിൽ വെച്ചാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1ാം പാർട്ടി കോൺഗ്രസ് നടന്നത് മുംബൈയിൽ വെച്ചാണ്. താഴെ പറയുന്നവ സൈമൺ കമ്മീഷനിലെ അംഗങ്ങളിൽ പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവിയിലെത്തിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി ക്ലെമന്റ് ആറ്റ്ലി. താഴെ പറയുന്നവ സൈമൺ കമ്മീഷനിലെ അംഗങ്ങളിൽ പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവിയിലെത്തിയ വ്യക്തി ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി. സൈമൺ കമ്മീഷനിലെ അംഗമായിരുന്നു ക്ലെമന്റ് ആറ്റ്ലി. പിന്നീട് അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലെമന്റ് ആറ്റ്ലി ആണ്. ഈ ക്ലെമന്റ് ആറ്റ്ലി സൈമൺ കമ്മീഷനിലെ അംഗമായിരുന്നു. പിന്നീട് അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി. ഓർത്തു വെച്ചോണേ. അപ്പോൾ ഇത് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. സൈമൺ കമ്മീഷൻ രൂപവൽകൃതമായത് 1927 നവംബറിലാണ്. 1928 കമ്മീഷൻ ഇന്ത്യ സന്ദർശിക്കുകയും 1929 മടങ്ങിപ്പോവുകയും ചെയ്തു. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1930 സൈമൺ കമ്മീഷന്റെ പല ശുപാർശകളും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമത്തിലൂടെ നടപ്പിലാക്കുകയുണ്ടായി. കമ്മീഷനിൽ അംഗമായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആ പദവിയിൽ അദ്ദേഹമായിരുന്നു. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു എന്ന്. ഓക്കെ.
താഴെ പറയുന്നവ സൈമൺ കമ്മീഷനിലെ അംഗങ്ങളിൽ പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവിയിലെത്തിയ വ്യക്തി ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി. സൈമൺ കമ്മീഷൻ രൂപവത്കൃതമായത് 1927 നവംബറിലാണ്. സൈമൺ കമ്മീഷൻ രൂപവത്കൃതമായത് 1927 നവംബറിലാണ്. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിക്കുകയും 1929 മടങ്ങിപ്പോവുകയും ചെയ്തു. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിക്കുകയും 1929 മടങ്ങിപ്പോവുകയും ചെയ്തു. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1930 സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1930 അപ്പം സൈമൺ കമ്മീഷൻ രൂപവത്കൃതമായത് 1927 എന്നിട്ട് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് എത്തിയത് 1928 29 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയി. എന്നിട്ട് അവർ റിപ്പോർട്ട് സമർപ്പിച്ചത് 1930 സൈമൺ കമ്മീഷന്റെ പല ശുപാർശകളും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമത്തിലൂടെ നടപ്പിലാക്കുകയുണ്ടായി. കമ്മീഷനിൽ അംഗമായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആ പദവിയിൽ അദ്ദേഹമായിരുന്നു. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. ഈ പോയിന്റ്സ് ഒക്കെ മിക്കപ്പോഴും PSC എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്നതാണ് കേട്ടോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? സൈമൺ കമ്മീഷൻ രൂപവത്കൃതമായത് എന്നാണ്? സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയതെന്നാണ്? എപ്പോഴാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ്? സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയത്? ഇതൊക്കെ PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യക്കായി ഒരു ഭരണഘടനാ ചട്ടക്കൂട് വിഭാവനം ചെയ്യാനുള്ള ആദ്യ ശ്രമമായി വിലയിരുത്തപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ ബി, നെഹ്റു റിപ്പോർട്ട്. ഇന്ത്യക്കായി ഒരു ഭരണഘടനാ ചട്ടക്കൂട് വിഭാവനം ചെയ്യാനുള്ള ആദ്യ ശ്രമമായി വിലയിരുത്തപ്പെട്ടത് ഏതാണ്? നെഹ്റു റിപ്പോർട്ട്. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. 1928 മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള 8 അംഗ സമിതിയാണ് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത്. അപ്പോൾ അത് പ്രത്യേകം ഓർത്ത് വെച്ചോണം. ഈ നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ്. ചിലർക്കൊരു കൺഫ്യൂഷൻ വരും, ജവഹർലാൽ നെഹ്റു ആണോ എന്ന്. ജവഹർലാൽ നെഹ്റു അല്ല, മോത്തിലാൽ നെഹ്റു ആണ് കേട്ടോ. ഭരണഘടനാ പരിഷ്കാരത്തിനായി സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചത് പൂനെയിൽ നടന്ന രാഷ്ട്രീയ നേതാക്കളുടെ യോഗത്തിലാണ്. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്കാരുടെ അടുത്ത ലക്ഷ്യം പുത്രികാ രാജ്യ പദവി നേടിയെടുക്കുക എന്നതായിരുന്നു. 1928 റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും കൽക്കട്ടയിൽ നടന്ന രാഷ്ട്രീയ യോഗത്തിൽ ഇത് പാസ്സാക്കാൻ സാധിക്കാതെ പോയി. അപ്പം എന്താണ്? ഇന്ത്യക്കായി ഒരു ഭരണഘടനാ ചട്ടക്കൂട് വിഭാവനം ചെയ്യാനുള്ള ആദ്യ ശ്രമമായി വിലയിരുത്തപ്പെടുന്നത് ഏതാണ്? നെഹ്റു റിപ്പോർട്ട്. നെഹ്റു റിപ്പോർട്ട് എന്താണ്? 1928 മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഉള്ള 8 അംഗ സമിതിയാണ് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത്. 1928 മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള 8 അംഗ സമിതിയാണ് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഭരണഘടനാ പരിഷ്കാരത്തിനായി സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചത് പൂനെയിൽ നടന്ന രാഷ്ട്രീയ നേതാക്കളുടെ യോഗത്തിലാണ്. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്കാരുടെ അടുത്ത ലക്ഷ്യം പുത്രികാ രാജ്യ പദവി നേടിയെടുക്കുക എന്നതായിരുന്നു. 1928 റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും കൽക്കട്ടയിൽ നടന്ന രാഷ്ട്രീയ യോഗത്തിൽ ഇത് പാസ്സാക്കാൻ സാധിക്കാതെ പോയി. ഓക്കെ, വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിൽ നടന്നപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ബി, റാംസെ മക്ഡൊണാൾഡ്. വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിൽ നടന്നപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? റാംസെ മക്ഡൊണാൾഡ്. ഇന്ത്യയുടെ ഭരണഘടനാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ലണ്ടനിൽ വട്ടമേശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചത്. ഇന്ത്യയുടെ ഭരണഘടനാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്
ലണ്ടനിലെ വട്ടമേശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചത്. ലണ്ടനിൽ ആകെ 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത്. നവംബർ 12 നടന്ന 1-ാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ബ്രിട്ടീഷ് ചക്രവർത്തി ജോർജ് അഞ്ചാമനാണ്. 1930 നവംബർ 12 കേട്ടോ 1-ാം വട്ടമേശ സമ്മേളനം നടന്നത്. 1-ാം വട്ടമേശ സമ്മേളന സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയ് ഇർവിൻ പ്രഭുവായിരുന്നു. 1-ാം വട്ടമേശ സമ്മേളനത്തെ ഇന്ത്യയിലെ വൈസ്രോയ് ഇർവിൻ പ്രഭുവായിരുന്നു. 1-ാം വട്ടമേശ സമ്മേളനത്തിൽ നിന്ന് ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ടുനിന്നു. ഈ 1-ാം വട്ടമേശ സമ്മേളനത്തിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ടുനിന്നു. അപ്പോൾ വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിൽ നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? റാംസെ മക്ഡൊണാൾഡ്. ഇന്ത്യയുടെ ഭരണഘടനാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ലണ്ടനിൽ വട്ടമേശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചത്. ലണ്ടനിൽ ആകെ 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത്. 1930 നവംബർ 12 നടന്ന 1-ാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ബ്രിട്ടീഷ് ചക്രവർത്തി ജോർജ് അഞ്ചാമനാണ്. 1-ാം വട്ടമേശ സമ്മേളനത്തെ ഇന്ത്യയിലെ വൈസ്രോയ് ഇർവിൻ പ്രഭുവായിരുന്നു. 1-ാം വട്ടമേശ സമ്മേളനത്തിൽ നിന്ന് ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ടുനിന്നു. വട്ടമേശ സമ്മേളനങ്ങൾ 3 എണ്ണമാണ് നടന്നിരിക്കുന്നത്. അത് ലണ്ടനിൽ വെച്ചാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യ വട്ടമേശ സമ്മേളനം നടന്നത് 1930, 2-ാം വട്ടമേശ സമ്മേളനം നടന്നിരിക്കുന്നത് 1931, 3-ാം വട്ടമേശ സമ്മേളനം നടന്നിരിക്കുന്നത് 1932. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. 1-ാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1930, 2-ാം വട്ടമേശ സമ്മേളനം നടന്നത് 1931, 3-ാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1932. അതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന എവിടെയാണ്? ലണ്ടനിലാണ്. 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നു 1930, 31, 32 വർഷങ്ങളിലായിട്ട്. അതുപോലെ വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? റാംസെ മക്ഡൊണാൾഡ്. ഓക്കെ, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആചാര്യ നരേന്ദ്ര ദേവ. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആചാര്യ നരേന്ദ്ര ദേവ. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 രൂപവൽകൃതമായത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 രൂപവൽകൃതമായത്. ജയപ്രകാശ് നാരായണൻ, ആചാര്യ നരേന്ദ്ര ദേവ എന്നിവരായിരുന്നു ഈ പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ നേതൃത്വം നൽകിയത്. ജയപ്രകാശ് നാരായണൻ, ആചാര്യ നരേന്ദ്ര ദേവ എന്നിവരായിരുന്നു ഈ പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ നേതൃത്വം നൽകിയത്. 1934 മെയ് 17 പാട്നയിലെ അഞ്ജുമൻ ഇസ്ലാമിയ ഹാളിൽ വെച്ച് നടന്ന പാർട്ടിയുടെ രൂപവൽക്കരണ യോഗത്തിൽ സമ്പൂർണ്ണാനന്ദ അധ്യക്ഷത വഹിച്ചു. 1934 ഒക്ടോബറിൽ ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ 1-ാം ദേശീയ സമ്മേളനത്തിൽ ആചാര്യ നരേന്ദ്രദേവ അധ്യക്ഷത വഹിച്ചു. ഈ സമ്മേളനത്തിൽ വെച്ചാണ് പാർട്ടിയുടെ ഭരണഘടനയും നയങ്ങളും ഔദ്യോഗികമായി അംഗീകരിച്ചത്. അപ്പോൾ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? ആചാര്യ നരേന്ദ്രദേവയാണ്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആചാര്യ നരേന്ദ്രദേവ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 രൂപവൽകൃതമായത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി
1934 രൂപവൽകൃതമായത്. ജയപ്രകാശ് നാരായണൻ, ആചാര്യ നരേന്ദ്രദേവ എന്നിവരായിരുന്നു ഈ പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ നേതൃത്വം നൽകിയത്. 1934 മെയ് 17 പാട്നയിലെ അഞ്ജുമൻ ഇസ്ലാമിയ ഹാളിൽ വെച്ച് നടന്ന പാർട്ടിയുടെ രൂപവൽക്കരണ യോഗത്തിൽ സമ്പൂർണ്ണാനന്ദ അധ്യക്ഷത വഹിച്ചു. 1934 ഒക്ടോബറിൽ ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ 1ാം ദേശീയ സമ്മേളനത്തിൽ ആചാര്യ നരേന്ദ്രദേവ അധ്യക്ഷത വഹിച്ചു. ഈ സമ്മേളനത്തിൽ വെച്ചാണ് പാർട്ടിയുടെ ഭരണഘടനയും നയങ്ങളും ഔദ്യോഗികമായി അംഗീകരിച്ചത്. ആയിരത്തി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമപ്രകാരം അവശിഷ്ട അധികാരങ്ങളിൽ നിന്ന് നിയമനിർമ്മാണം നടത്താൻ അധികാരപ്പെടുത്തിയത് ആരെയാണ്? ഓപ്ഷൻ സി, വൈസ്രോയി. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമപ്രകാരം അവശിഷ്ട അധികാരങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ അധികാരപ്പെടുത്തിയത് ആരെയാണ്? വൈസ്രോയിന്. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഇന്ത്യയുടെ ഭരണനിർവഹണത്തിനായി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഏറ്റവും വലിയ നിയമമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം. ഇന്ത്യയുടെ ഭരണനിർവഹണത്തിലെ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഏറ്റവും വലിയ നിയമം ആണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം. ഇന്ത്യയിൽ ഒരു ഫെഡറൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്ത ആദ്യ ബ്രിട്ടീഷ് നിയമമാണിത്. ഭരണവിഷയങ്ങളെ ഫെഡറലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3ആയി തരംതിരിക്കുകയും അവശിഷ്ട അധികാരങ്ങൾ വൈസ്രോയിക്ക് നൽകുകയും ചെയ്തു. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1937 ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയത്. അപ്പോൾ ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയത് ഏത് വർഷമാണ്? 1937. ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയത് 1937. ബർമ എന്ന് വെച്ചാൽ ഇന്നത്തെ മ്യാൻമർ ആണ് പണ്ടത്തെ ബർമ. ഓക്കെ. അപ്പോൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമപ്രകാരം അവശിഷ്ട അധികാരങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ അധികാരപ്പെടുത്തിയത് ആരെയാണ്? വൈസ്രോയി. ഇന്ത്യയുടെ ഭരണനിർവഹണത്തിനായി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഏറ്റവും വലിയ നിയമമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം. ഇന്ത്യയിൽ ഒരു ഫെഡറൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്ത ആദ്യ ബ്രിട്ടീഷ് നിയമമാണിത്. ഭരണവിഷയങ്ങളെ ഫെഡറലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3ആയി തരംതിരിക്കുകയും അവശിഷ്ട അധികാരങ്ങൾ വൈസ്രോയിക്ക് നൽകുകയും ചെയ്തു. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1937 ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയത്. അടുത്ത ചോദ്യം, ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ ബി, NG രംഗ. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയായി 1936 തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? NG രംഗന്. റിലേറ്റഡ് ഫാക്ട്സ്. 1936 രൂപവൽകൃതമായ ഓൾ ഇന്ത്യ കിസാൻ സഭയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ കാർഷിക സംഘടന. 1936 രൂപവൽകൃതമായ ഓൾ ഇന്ത്യ കിസാൻ സഭയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ കർഷക സംഘടന. ഇതിൻ്റെ സ്ഥാപകനായി സ്വാമി സഹജാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് നവരംഗ് റായ് എന്നായിരുന്നു. അപ്പോൾ ഈ എന്താണ് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ സ്ഥാപകനായ സ്വാമി സഹജാനന്ദ സരസ്വതി. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ സ്ഥാപകനാരാണ്? സ്വാമി സഹജാനന്ദ സരസ്വതി. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? നവരംഗ് റായ്. സ്വാമി സഹജാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് നവരംഗ് റായ്. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യ അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് സ്വാമി സഹജാനന്ദ് സരസ്വതിയാണ്. 1929 ബീഹാർ പ്രൊവിൻഷ്യൽ കിസാൻ സഭ സ്ഥാപിച്ചതും സ്വാമി സഹജാനന്ദ് സരസ്വതിയായിരുന്നു. അഖിലേന്ത്യാ കിസാൻ സഭയുടെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ലക്നൗ ആണ്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ലക്നൗ ആണ്.
ഇപ്പോൾ ഇവിടെ എന്താണ്, ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? NG രംഗ. 1936 രൂപവത്കൃതമായ ഓൾ ഇന്ത്യ കിസാൻ സഭയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ കർഷക സംഘടന. ഇതിൻ്റെ സ്ഥാപകനായ സ്വാമി സഹജാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് നവരംഗ് റായി എന്നായിരുന്നു. അതായത് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ സ്ഥാപകൻ ആരാണ്? സ്വാമി സഹജാനന്ദ സരസ്വതി. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നവരംഗ് റായി എന്നായിരുന്നു. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യ അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് സ്വാമി സഹജാനന്ദ സരസ്വതിയെയാണ്. 1929 ബീഹാർ പ്രൊവിൻഷ്യൽ കിസാൻ സഭ സ്ഥാപിച്ചതും സ്വാമി സഹജാനന്ദ സരസ്വതിയായിരുന്നു. അഖിലേന്ത്യാ കിസാൻ സഭയുടെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ലക്നൗ ആണ്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ലക്നൗ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിപ്സ് മിഷന്റെ വാഗ്ദാനങ്ങളെ പിൻതീയിട്ട ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി. ക്രിപ്സ് മിഷന്റെ വാഗ്ദാനങ്ങളെ പിൻതീയിട്ട ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. റിലേറ്റഡ് ഫാക്ട്സ് എന്താണ്? 1942 മാർച്ച് 23 സർ സ്റ്റാഫ്രോഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിലുള്ള ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1942 മാർച്ച് 23. ക്രിപ്സ് മിഷൻ ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെത്തിയത്? സ്റ്റാഫ്രോഡ് ക്രിപ്സിൻ്റെ. ബ്രിട്ടീഷ് ലേബർ പാർട്ടി അംഗമായിരുന്ന സ്റ്റാഫ്രോഡ് ക്രിപ്സ് ഉൾപ്പെടെ 7 അംഗങ്ങളാണ് ഈ മിഷനിൽ ഉണ്ടായിരുന്നത്. അതായത് എന്താണ്, ക്രിപ്സ് മിഷനിൽ 7 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകുമെന്നായിരുന്നു ഇവരുടെ പ്രധാന വാഗ്ദാനം. ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച സമയത്ത് വൈസ്രോയ് ലിംഗ്ലിതോ പ്രഭു. ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച സമയത്ത് വൈസ്രോയ് ലിംഗ്ലിതോ പ്രഭു ഈ ദൗത്യം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചത്. അപ്പം ക്രിപ്സ് മിഷൻ ദൗത്യം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഈ ക്രിപ്സ് മിഷൻകാരുടെ വാഗ്ദാനം എന്തായിരുന്നു? ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകുമെന്ന്. ഇപ്പം എന്താണ്, ക്രിപ്സ് മിഷന്റെ വാഗ്ദാനങ്ങളെ പിൻതീയിട്ട ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി, മഹാത്മാഗാന്ധി. 1942 മാർച്ച് 23 സർ സ്റ്റാഫ്രോഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിലുള്ള ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത്. ബ്രിട്ടീഷ് ലേബർ പാർട്ടി അംഗമായിരുന്ന സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ഉൾപ്പെടെ 7 അംഗങ്ങളാണ് ഈ ക്രിപ്സ് മിഷനിൽ ഉണ്ടായിരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകും എന്നായിരുന്നു ഇവരുടെ പ്രധാന വാഗ്ദാനം. ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച സമയത്ത് വൈസ്രോയ് ലിംഗ്ലിതോ പ്രഭു ആയിരുന്നു. ഈ ദൗത്യം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ കമൻറ്റ് ബോക്സിലുള്ള 2 ചോദ്യങ്ങൾക്ക് എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.